ഇനിയുള്ള മണിക്കൂറുകളിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള വിദഗ്ധർ ആണ് ന്യൂസ് 18നോടൊപ്പം ചേരുന്നത്. അതോടൊപ്പം തന്നെ ബജറ്റ് അവതരണവുമായി ബന്ധപ്പെട്ട വാർത്തകളും വിശകലനങ്ങളും ഞങ്ങളുടെ ബിസിനസ് ഡെസ്കിൽ നിന്ന് MG മിഥുൻ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. ആദ്യം മിഥുനിലേക്ക് തന്നെയാണ്. മിഥുൻ, ഇനി ബജറ്റ് അവതരണത്തിന് ഏതാണ്ട് 3 മണിക്കൂർ മാത്രമാണ് ശേഷിക്കുന്നത്. തെരഞ്ഞെടുപ്പ് വർഷം ആയതുകൊണ്ട് തന്നെ ഏറെ പ്രതീക്ഷയോടെയാണ് ജനങ്ങൾ ഉറ്റുനോക്കുന്നത്. ആ നിലയിൽ പൊതുവെ വിലയിരുത്തപ്പെടുന്നത് പ്രത്യേകിച്ച് ഇനി ദിവസങ്ങൾ മാത്രമേ വോട്ടെടുപ്പിനുള്ളൂ എന്ന പശ്ചാത്തലത്തിൽ കൂടി എന്തൊക്കെയാണ്? അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന ഒരു സാഹചര്യം, അതുകൊണ്ട് തന്നെ ഒരു ജനപ്രിയ ബജറ്റ് നിർമ്മലാ സീതാരാമന്റെ പെട്ടിയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്നത്, രാജ്യം ഉറ്റുനോക്കുകയും ചെയ്യുന്നത്. കർഷകർ, ഒപ്പം തന്നെ ഈ ചെറുകിട സംരംഭകർ, ഒപ്പം തന്നെ സ്ത്രീകൾ, നാരീശക്തി ഉയർത്തിക്കൊണ്ട് അത്തരത്തിൽ ഈ മേഖലയെ ലക്ഷ്യമിട്ടതുള്ള ആയിരിക്കും ഇന്നത്തെ ബജറ്റ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള സാധ്യതകൾ, അതിന്റെ സൂചനകളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം പുറത്തു വരികയും ചെയ്തു. സാമ്പത്തിക വളർച്ച, മൊത്തം ആഭ്യന്തര ഉൽപാദനം, ധനക്കമ്മി എന്നിവയിൽ പ്രതീക്ഷിച്ചത്ര പുരോഗതി രാജ്യം കൈവരിച്ചിട്ടില്ല എങ്കിലും പൊതുതെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ബജറ്റിൽ കാർഷിക, ഗ്രാമീണ തൊഴിൽ മേഖലകൾക്ക് കൂടി ഊന്നൽ ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഒപ്പം തന്നെ നമുക്കറിയാം, ഇന്ത്യയിൽ വെച്ച് നടന്ന G20 ഉച്ചകോടി, ഒപ്പം തന്നെ COP28 എന്നിവയുടെ പശ്ചാത്തലത്തിൽ ടെക്നോളജി, സബ്സിഡി, കുറഞ്ഞ കാർബൺ ബഹിർഗമനം, അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക് വാഹനങ്ങളുടെ കൂടുതൽ കടന്നുവരവ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാം. വിളകളുടെ ഉയർന്ന താങ്ങുവില, കൂടിയ വായ്പാ വിഹിതം എന്നിവ പുതിയ ബജറ്റിന്റെ സവിശേഷതകളായി മാറാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. കൂടാതെ കർഷകർ, സംരംഭകർ, സ്ത്രീകൾ എന്നിവരെ ലക്ഷ്യമിട്ട പദ്ധതി നിർദ്ദേശങ്ങൾ ബജറ്റിൽ പ്രതീക്ഷിക്കാമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ നമുക്കറിയാം, 2019 വലിയ രീതിയിൽ കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയ ഒരു സംഭവമായിരുന്നു ഈ ഒരു നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട്. പിന്നീട് സുപ്രധാന പ്രഖ്യാപനങ്ങൾ നടത്തിയത് പ്രധാനമന്ത്രി ആവാസ് യോജനയുമായി ബന്ധപ്പെട്ടും, ഒപ്പം തന്നെ ഈ നാരീശക്തിയുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രഖ്യാപനങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ മറ്റു പ്രഖ്യാപനങ്ങളൊന്നും തന്നെ അന്ന് ഉണ്ടായിരുന്നില്ല. പക്ഷേ സമീപകാലത്ത് ചരിത്രം എടുത്തു നോക്കിയാൽ ഈ ഇടക്കാല ബജറ്റിൽ കൂടുതൽ പ്രഖ്യാപനങ്ങളില്ലാത്ത ഒരു ചരിത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ പീയൂഷ് ഗോയൽ ധനമന്ത്രിയായിരുന്ന സമയത്ത് ഈ ചരിത്രം അത് തിരുത്തി കുറിക്കുന്നത് നമ്മൾ കണ്ടു. വലിയ പ്രഖ്യാപനങ്ങൾ കേന്ദ്ര സർക്കാർ നടത്തുന്നത് കണ്ടു. അതുകൊണ്ട് തന്നെ ഇത്തവണ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ വലിയ പ്രഖ്യാപനങ്ങളിലേക്ക് ചിലപ്പോൾ കേന്ദ്ര സർക്കാർ കടന്നേക്കാം എന്നുള്ള സൂചനകൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. കർഷകർ നേരിടുന്ന രാസവള ക്ഷാമം, ഒപ്പം തന്നെ ഈ വർദ്ധിച്ച വില എന്നിവ നേരിടാനായി രാസവള സബ്സിഡിക്കായി കൂടുതൽ നീക്കിയിരിപ്പ് ഇത്തവണത്തെ ബജറ്റിൽ പ്രതീക്ഷിക്കാമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ PM കൃഷി സമ്മാൻ നിധി, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 2019 ഈ ഒരു വലിയ സുപ്രധാന പ്രഖ്യാപനം വരുന്നത്. 6000 രൂപയിൽ നിന്ന് 9000 രൂപയിലേക്ക് കൂട്ടാനുള്ള ഒരു സാധ്യത ഉണ്ട്. അത്തരത്തിലുള്ള പ്രഖ്യാപനം, സുപ്രധാന പ്രഖ്യാപനം കർഷകർക്ക് വേണ്ടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. ഒപ്പം തന്നെ യുവാക്കൾക്ക് കൂടുതൽ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടി സംരംഭകത്വ പദ്ധതികൾ, സ്റ്റാർട്ടപ്പുകൾ, കാർഷിക MMCA, ഒപ്പം തന്നെ മേഖലയിലെ ഉയർന്ന വകയിരുത്തലൊക്കെ തന്നെ ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടാതെ സ്റ്റാർട്ടപ്പുകൾക്ക് കാർഷിക വ്യവസായ സേവന മേഖലകളിൽ പ്രാധാന്യം ലഭിച്ചേക്കാമെന്നുള്ള കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഘട്ടഘട്ടമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കാർബൺ രഹിത ഇന്ത്യ എന്നുള്ളൊരു രീതിയിലേക്ക് പോകുന്നതിന് വേണ്ടി, ഹരിതഗൃഹ വാതകങ്ങളുടെ ബഹിർഗമനം കുറയ്ക്കുന്നതിന് വേണ്ടി COP28 പാരീസ് പ്രോട്ടോകോൾ എന്നിവയ്ക്ക് അനുസരിച്ചുള്ള നിരവധി നൂതന പദ്ധതികൾ ബജറ്റിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ ഇലക്ട്രോണിക് വാഹനങ്ങൾ നിരത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ അത്തരത്തിലൊരു സാധ്യത കൂടി ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് അനുമാനിക്കാൻ സാധിക്കും. ഹരിത ഹൈഡ്രജൻ ഉൽപ്പാദനം, ഒപ്പം തന്നെ സൗരോർജ്ജ, പാരമ്പര്യേതര ഊർജ്ജോൽപാദനം എന്നിവയും ഇതിൽ ഉൾപ്പെടും. നികുതി ഘടനയിലും ഇൻകം ടാക്സ് നിരക്കിലും വലിയ മാറ്റം വരാനിടയുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അത്തരത്തിൽ വലിയൊരു പ്രഖ്യാപനത്തിലേക്ക് പോകുമെന്ന് നമുക്ക് സംശയമുണ്ട്. എന്തായാലും ഇടക്കാല ബജറ്റിൽ നിർമ്മലാ സീതാരാമന്റെ പെട്ടിയിൽ കർഷകർക്കും, ഒപ്പം തന്നെ സാധാരണക്കാരായിട്ടുള്ള ജനക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കുമെന്നുള്ളൊരു ആകാംക്ഷ തന്നെയാണ് എന്തായാലും ജനങ്ങളുള്ളത്, രാജ്യമുള്ളത്. കാർഷിക വായ്പ, ഒപ്പം തന്നെ ഭക്ഷ്യ സംസ്കരണം, ഹോർട്ടിക്കൾച്ചർ വികസനം, ശീതീകരണ സംവിധാനം, വിപണി എന്നിവയിൽ കൂടുതൽ കേന്ദ്ര പദ്ധതികൾ പ്രതീക്ഷിക്കാം. ഒപ്പം തന്നെ ദാരിദ്ര്യ ലഘൂകരണം, വനിതാ ശാക്തീകരണം, ദുർബല വിഭാഗത്തിൽപ്പെട്ടവർക്കുള്ള ക്ഷേമ പദ്ധതികൾ എന്നിവയും വർധനമുണ്ടായേക്കാന്നുള്ളൊരു കാര്യം വരുന്നുണ്ട്. അത്തരത്തിലുള്ള സൂചനകൾ ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അത്തരത്തിൽ എല്ലാ മേഖലകളിലും ഊന്നൽ നൽകിക്കൊണ്ടുള്ളൊരു ഇടക്കാല ബജറ്റ് ഇത്തവണ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടാതെ തന്നെ കേരളത്തിലേക്ക് വരുമ്പോൾ വലിയ പ്രഖ്യാപനങ്ങൾ, അല്ലെങ്കിൽ വലിയ പ്രതീക്ഷകൾ കേരളത്തിലുണ്ട്
പറയാറുണ്ട് എല്ലാ വർഷത്തെയും പോലും തന്നെ. പക്ഷേ ഇത്തവണ നമുക്കറിയാം തൃശ്ശൂരും തിരുവനന്തപുരം അടക്കമുള്ള പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലൊക്കെ തന്നെ വിജയിച്ചു വരാനുള്ള ഒരു സാധ്യത BJPക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ കേന്ദ്ര നേതാക്കളെ, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കളെ കേരളത്തിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ട്. കൂടാതെ നിർമ്മല സീതാരാമൻ ഒരുപക്ഷെ കേരളത്തിൽ തിരുവനന്തപുരത്ത് മത്സരിച്ചേക്കാമെന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ തന്നെ സമീപകാലത്ത് ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ കൂടുതൽ ഊന്നൽ നൽകുന്ന തരത്തിൽ കേരളത്തിൽ കൂടുതൽ പദ്ധതി വിഹിതം ലഭിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയും ഈ ഒരു ഘട്ടത്തിൽ വെച്ച് പുലർത്തുന്നുണ്ട്. അതിലും അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ധനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഇത്തവണ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായും വാർത്തയുടെ വിശദാംശങ്ങളാണ് മിഥുൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം